ഇനി നമുക്കൊരു കല്യാണത്തിന് പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മേക്കപ്പ് നോക്കാം. അതായത് ഞാൻ ഒരു മേക്കപ്പ് കോഴ്സും പഠിച്ചിട്ടില്ല. ഞാനിങ്ങനെയാണ് മേക്കപ്പ് ചെയ്യാറ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് മുഖം നന്നായിട്ട് ക്ലീൻ ആക്കുക. അതിന് ശേഷം ഇഷ്ടമുള്ള ഏതെങ്കിലും മോയ്സ്ചറൈസറോ എന്തെങ്കിലും ബ്യൂട്ടി ക്രീമോ നിങ്ങൾക്ക് തേക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡവിൻ്റെ ബ്യൂട്ടി ക്രീമാണ്. അപ്പം മേക്കപ്പ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, എനിക്ക് മേക്കപ്പിനോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒരു കോഴ്സും പഠിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ അപാകതകളും കാര്യങ്ങളൊക്കെ എൻ്റെ മേക്കപ്പിലുണ്ടാവും. എന്നാലും ആസ് എ ബിഗിനർ എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെവിട്ടിനും കഴുത്തിനും എന്തായാലും മിസ് ചെയ്യാണ്ട് യൂസ് ചെയ്യണം. അപ്പം നല്ല രീതിയിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നമുക്കത് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതുപോലെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പുരികത്തിനൊന്നും അപ്ലൈ ചെയ്യരുത്. ഞാൻ ഈ ഒരു മേക്കപ്പിൻ്റെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഹെയറൊന്നും സെറ്റ് ചെയ്യുന്നേ ഇല്ല. മീൻസ് അങ്ങനെ ഹീറ്ററോ കാര്യങ്ങളോ കേളറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നോർമൽ ഹെയർ സ്റ്റൈലിലാണ് ചെയ്യുന്നത്. ഫേസിൽ മാത്രമേ മേക്കപ്പ് ഇടുന്നുള്ളൂ. അപ്പം നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ, ഗാർണിയറിൻ്റെ മോയ്സ്ചറൈസർ വൈറ്റമിൻ സി മോയ്സ്ചറൈസർ കൂടെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മേലെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒന്ന് പ്ലംബി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ, ഏതെങ്കിലും നല്ലൊരു മോയ്സ്ചറൈസറോ ഡെർമാടോക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു നല്ലൊരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ മതിയാവും. ഞാൻ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്യാം. അപ്പം നമ്മൾ കയ്യിലും ഒക്കെ മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് നോക്കാം. ഞാനെല്ലാം പേർപ്പിളിൽ നിന്ന് വാങ്ങിയത്. ഞാൻ പേർപ്പിളിൽ നിന്ന് വാങ്ങിയതിൻ്റെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഇത് നൈബാൻ്റെ 4-in-1 പ്രൈമറാണ്. അതായത് നമ്മുടെ പോർസ് ബ്ലറാക്കാനും അതുപോലെ തന്നെ പ്രൈമറായിട്ടും എല്ലാം ബേസായിട്ടും അതുപോലെ തന്നെ എല്ലാം വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാറില്ല. ഫൗണ്ടേഷൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ കൂടിയാണ്. അപ്പോൾ പ്രൈമർ തേക്കുന്ന സമയത്ത് നൈബിൻ്റെ പ്രൈമർ എനിക്ക് ചെറിയൊരു പുകച്ചിൽ തോന്നിയിട്ടുണ്ട്. അത് എനിക്ക് ഫീൽ ചെയ്തതാണോ എന്നറിയില്ല. എൻ്റെ സ്കിന്ന് കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ടായിരിക്കാം മേ ബി. അപ്പം പോർസോ കാര്യങ്ങളോ ഒന്നും കാര്യമായിട്ടില്ല എന്നാണ്. പക്ഷേ ഇരിക്കട്ടെ, കുറച്ച് നൈബിൻ്റെ പ്രൈമർ കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം ഞാൻ നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്നത്, എൻ്റെ കണ്ണിൻ്റെ അടിയിലൊക്കെ ഒരു കളർ ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ HD കൺസീലറാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇത് ഏതാ പ്രൊഡക്റ്റ് എന്തോ ഹാൻഡ് ഇൻ ഹാൻഡ് അങ്ങനെ എന്തോ. ആ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പേർപ്പിളിൻ്റെ ഒരു അൺബോക്സിങ്ങിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് കൂടെ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നിങ്ങളത് ജസ്റ്റ് ചെക്ക് ചെയ്തോ. ഹാൻഡ് ഇൻ ഹാൻഡ് അങ്ങനെ എന്തോ ഒരു ബ്രാൻഡാണ് ഈ ഒരു കൺസീലർ. അടിപൊളി കൺസീലറാണ് കേട്ടോ. നല്ല കവറേജ് വരുന്നുണ്ട്. അപ്പം നമുക്ക് എവിടെയൊക്കെ ഒരു കളർ ചേഞ്ച് ഉണ്ടോ, എനിക്ക് വായിൻ്റെ അവിടെ, അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിയിൽ, നെറ്റിക്കൊക്കെയാണ് ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്നത്. കവിളിൽ നല്ല കളറുമാണ്. അപ്പോൾ ഞാൻ ബാക്കി എല്ലായിടത്തും ഒന്ന് മിക്സപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ഉരച്ചത് സ്കിന്നിലൊന്ന് പിടിപ്പിക്കാം. ബ്രഷോ നിങ്ങളുടെ കൈ കൊണ്ടായാലും നല്ല രീതിയിലൊന്ന് ആ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ കൺസീലറൊക്കെ ഒന്ന് പാക്ക് ചെയ്യാം. ഞാനിവിടെ ബ്ലെൻഡർ യൂസ് ചെയ്യുന്നത്, ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുന്നത്. ഇതിനൊക്കെ ആകെ 60 രൂപയുള്ള 2 കുഞ്ഞ് ബ്യൂട്ടി ബ്ലെൻഡറിന് 60 രൂപയായിട്ട് ഞാൻ ഫാൻസിയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് അങ്ങ് അപ്ലൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്ന എന്താ വിചാരിച്ചാൽ, എൻ്റെ ഫേവററ്റ് ഫൗണ്ടേഷൻ, ഞാൻ അത്രയും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ഫിറ്റ്മീൻ്റെ, എനിക്ക് തോന്നുന്നു ഇത് നാച്ചുറൽ ബഫ് 203 ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഞാൻ ഇത് അത്രയും മീൻസ് എത്ര എമൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാലും ഒരു 10 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ സ്കിന്നിൻ്റെ അത്രയും സ്യൂട്ടബിളായിട്ട് നമ്മൾ സ്കിൻ കളറിനോട് മാച്ച് ചെയ്ത് വെക്കും. അത് നിങ്ങൾ ഏകദേശം നിങ്ങളുടെ സ്കിൻ കളർ നോക്കിയിട്ട് എടുക്കുക. ബീജുണ്ട്, നാച്ചുറൽ ബീജുണ്ട്, അതുപോലെ തന്നെ ഐവറി എന്നൊക്കെ പറഞ്ഞ ഷെയ്ഡ് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നാച്ചുറൽ ബഫാണ് എടുത്തിരിക്കുന്നത്. അടിപൊളി ഫൗണ്ടേഷനാണ്. അത്രയും സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ്. അപ്പോൾ ഫൗണ്ടേഷൻ നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. കണ്ണിൻ്റെ താഴെയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഫൗണ്ടേഷൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഈ ഫൗണ്ടേഷൻ നമുക്ക് ഇട്ട പാടുണ്ടല്ലോ ഭയങ്കര എടുത്ത് കാണിക്കുന്ന പോലെ ഉണ്ടാവും. പക്ഷേ എങ്കിലൊരു 10 മിനിറ്റ്സിനുള്ളിൽ ഇത് നന്നായിട്ട് സ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഞാൻ ഇത് രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ റൂമിലെ ലൈറ്റിലാണ് ചെയ്യുന്നത്, ഡേ ലൈറ്റ് അല്ല.
നിങ്ങൾക്ക് ചിലപ്പം വീഡിയോയിൽ കാണുന്ന പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ടാവില്ല. പക്ഷേങ്കിൽ ഈ ഫൗണ്ടേഷൻ ഇട്ട ശേഷം മുഖം ആകെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ എനിക്ക് തോന്നുന്നു ഇത് മെയ്ബിലിൻ്റെ ഐലൈനറാണ്. ബോൾഡ് ബ്ലാക്ക് ആ ഒരു ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് എനിക്ക് കൂടുതൽ സ്റ്റൈലിഷ് ആയിട്ട് ഐലൈനറൊന്നും ഇടാനറിയില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിലൊക്കെ നിങ്ങളുടേതായ സ്റ്റൈലിൽ ഐലൈനർ ഇട്ടോളൂ. ഐലൈനറൊക്കെ ഇട്ട് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് മിലാനിൻ്റെ വൈറ്റ്, ഇത് എൻ്റെ സിസ്റ്ററിൻ്റെ ഫൗണ്ടേഷനാണ്. ഇത് നല്ലൊരു കളർ ഷെയ്ഡാണ്, അതായത് കുറച്ച് വെളുത്ത ആൾക്കാർ യൂസ് ചെയ്യുന്ന ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഇത് എനിക്ക് വല്ലാണ്ട് എടുത്ത് കാണിക്കുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തത് ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലഷപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കൺസീലറായിട്ട് മൂക്കിനും അതുപോലെ തന്നെ നെറ്റിക്കും ജസ്റ്റ് കവിളിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് അത് വെച്ചിട്ട്. പക്ഷേങ്കിൽ ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഞാനിപ്പോൾ രാത്രി ഒരു ഫംഗ്ഷനാണ് പോകുന്നത്, അതുകൊണ്ട് കുറച്ചും കൂടി രാത്രി കുറച്ചധികം മേക്കപ്പ് ഇട്ടാലും ആ ഒരു ലൈറ്റിങ്ങിൽ നമുക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല, പകൽ പോലെ ആയിരിക്കില്ല. അപ്പം ഞാൻ മെയ്ബിലിൻ്റെ ഫിറ്റ്മീൻ്റെ തന്നെ ഒരു കോമ്പാക്ട് പൗഡർ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്, അതായത് സെറ്റിംഗ് പൗഡർ. ഇതും ഒരു നാച്ചുറൽ ബഫ് ഷെയ്ഡിൽ തന്നെ കുറച്ച് ഡാർക്കായിട്ടുള്ള ബീജ് ഷെയ്ഡിലാണ് എടുത്തിട്ടുള്ളത്, അധികം വൈറ്റ് എടുത്തിട്ടില്ല. വൈറ്റ് ആകുമ്പം പൗഡർ മുക്കിയ പോലെ ഉണ്ടാവും, അതുകൊണ്ട് ആ ഒരു ഷെയ്ഡ് എടുത്തിട്ടില്ല. എല്ലാം ഒരു നമ്മളെക്കാളും ഒരു ഷെയ്ഡ് കുറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം അത് നന്നായിട്ട് പാച്ചസ് എവിടെയൊക്കെയാണ് അവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കഴുത്തിലും ചെവിയിലും എന്തിടുമ്പോഴും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല, കാരണം കയ്യിലും മാക്സിമം പറ്റുവാണെങ്കിൽ കയ്യിലും കൂടി അപ്ലൈ ചെയ്യുക. അപ്പം ഞാനിന്നൊരു ബ്ലാക്ക് സാരിയാണ് വെയർ ചെയ്യാൻ പോകുന്നത്. ഓൾമോസ്റ്റ് എല്ലാ മേക്കപ്പും സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഹെയർ സെറ്റ് ചെയ്യണം, അതുപോലെ തന്നെ പൊട്ട് വെക്കണം, ലിപ്സ്റ്റിക് വേണം. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് ഐബ്രോസും ഞാൻ ഒന്ന് സെറ്റ് ചെയ്യും. എനിക്ക് ഐബ്രോസ് വളരെ കുറവാണ്, ഞാൻ ഒന്ന് ഐബ്രോസ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനൽ ലുക്ക് നിങ്ങൾക്കൊന്ന്. അതുപോലെ ഞാൻ ഈ സാരിക്ക് യൂസ് ചെയ്തിട്ടുള്ള ബ്ലൗസ് എന്ന് പറഞ്ഞത് വൈറ്റ് മീഷോ എന്ന് വാങ്ങിയ ഒരു 250 റേഞ്ചിൽ വരുന്ന ബ്ലൗസാണ്. അടിപൊളി ബ്ലൗസായിരുന്നു. മീൻസ് നമുക്കിത് പുറത്ത് നിന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ എബവ് 500 ആവും. പിന്നെ ലാസ്റ്റ് ഞാൻ ഭയങ്കര പോപ്പുലറൈസായിട്ട് കണ്ടിട്ടുള്ള വീഡിയോസിൽ നൈബേൻ്റെ റോസ് ഡ്രോപ്പ് ക്രീം തേച്ചിട്ടുണ്ടായിരുന്നു. പക്ക അബദ്ധമാണ്. ഐ ഡിഡിൻറ്റ് ലൈക്ക് ദ പ്രോഡക്റ്റ്, ഐ ഡിഡിൻറ്റ് റെക്കമെൻഡ് ടു എനിവൺ. അപ്പം ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞ ഇതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക.